وسلم دائما أبدا على حبيبك خير الخلق كلهم. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഇഖ്ലാസിലായാൽ അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് കൂലി പ്രതിഫലം ലഭിക്കും എന്നതാണ്. ഞാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ മാമുവാജി എക്സാമ്പിൾ പറയാം. അയാളുടെ ഇരിക്കുന്നു, അയാളുടെ വലഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അയാൾക്ക് ഇടഭാഗം നോക്കിയിട്ട് അസ്സലാമു അലൈക്കും, അസ്സലാം പറയുന്ന അയാൾക്കാണ്. നോക്കുന്ന അയാളുടെ വലഭാഗത്താണ്. ഞാൻ ഇടഭാഗം നോക്കി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ അയാൾക്ക് സമാധാനം, സന്തോഷം ഉണ്ടാവില്ല. കാരണം അയാൾ ഇരിക്കുന്നവരുടെ അയാളുടെ മുഖം നോക്കിയിട്ട് അയാൾക്ക് അയാളുടെ സന്തോഷത്തോട് അസ്സലാമു അലൈക്കും പറയാം. ഞാൻ അയാളുള്ള ഒരു ഭാഗത്ത്, ഞാൻ നോക്കുന്ന ഇതൊരു ഭാഗത്ത് അങ്ങനെ ഒരു സലാം പറഞ്ഞാൽ ആർക്കും അയാൾക്ക് നല്ല ആർക്കും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇതിന് റൂട്ട് തെറ്റി. ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ നിസ്കാരം, ഇതുപോലെയാണ് നമ്മുടെ ആളുകൾ. അതെ, നമ്മളിങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട് വലിയ കൈ കെട്ടി, എന്നിട്ടോ നമ്മുടെ ഉള്ളിലുള്ള എന്താ ഇടഭാഗം നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു പടച്ചോന്റെ ഒരു ചിന്തയും പടച്ചോന്റെ ഒരു ഓർമ്മയില്ല. നമ്മുടെ ഉള്ളിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ പണി, നമ്മുടെ കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ നിസ്കാരത്തിന്റെ ആ തക്ബീർ തൊട്ട് സലാം വരെ നടക്കുന്ന ചിന്തകൾ. എങ്ങനെ ഉണ്ടാവും? സാധാരണ ഒരു മനുഷ്യന്റെ സലാം പറയേണ്ടത് പോലെ സലാം പറഞ്ഞില്ലെങ്കിൽ ആ പറയപ്പെട്ട ആൾക്ക് സമാധാനം ഉണ്ടാവൂല എങ്കിൽ അപ്പൊ അള്ളാഹ്ക്ക് നമ്മളെ നിസ്കാരം കൊണ്ട് അല്ലെ, ചിലപ്പോ നമ്മളെ ഈ നിസ്കാരം കഴിയുമ്പോ നമ്മളെ പോലത്തെ കുറച്ചവർക്കാണെങ്കിൽ താഴ്ചക്ക് നാടുവരെ ഓടിക്കും. അതുകൊണ്ടല്ല പറഞ്ഞു വൈരുള്ളിൽ മുസ്ലിം നിസ്കരിക്കുന്ന ആൾക്ക് നരകം എന്തിനു പറഞ്ഞു? എങ്ങനെയാണ്? താഴ്ചക്ക് നാടുവല്ല പൊട്ടിക്കും. നമ്മളെ പോലത്തെ പഠിച്ചവരാണ്. പിന്നെ നമ്മളെ പഠിച്ചവൻ ആരായി പോയി? സത്താറായി പോയി. അതാണ് സന്തോഷം. നമ്മളെ പഠിച്ചവൻ സത്താറായി. നമ്മളെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഉള്ളിൽ വന്നതെല്ലാം നോട്ടീസ് ബോർഡിൽ എഴുതി വെക്കുന്ന പഠിച്ചവനാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ നമ്മളെ അവസ്ഥ എന്താവും? ഇന്നത്തെ കാലഘട്ടം എന്ത് ചെയ്താലും അത് ഫേസ്ബുക്കിൽ അപ്പ വരും, വാട്സപ്പിൽ വരും, ട്വിറ്ററിൽ വരും, ടിക്ടോക്കിൽ വരും, എല്ലാം വരും. ഇന്നത്തെ കാലം നമ്മുടെ അവസ്ഥ ഇതുപോലത്തെ നമ്മളെ പോലത്തെ ഒരു പഠിച്ചവനായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു. പക്ഷെ നമ്മളെന്തായി? സത്താറായി. നമ്മൾ എന്ത് ചെയ്താലും അതിനെ വെളിപ്പെടുത്താതെ സ്ഥിരം ചെയ്യുന്ന പഠിച്ചവനായതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മ ഇതുപോലെ ഇങ്ങനെ പോകും. എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട് അറിയോ? 20 കൊല്ലം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ. 20 കൊല്ലം മുമ്പ് ഗൾഫിൽ ഒരു മിസ്രിയായ ഒരു ഇമാം ഒരു പള്ളിക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നത്. ഭയങ്കര നല്ല ഹാഫിളാണ്, ഭയങ്കര ഓത്താണ്. ഇപ്പൊ നമ്മളുടെ ഖിയാമല്ലയിൽ നിസ്കരിച്ചിട്ട് ആ ഓത്ത് ഭയങ്കര ഭാഗമായി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല ശൈലിയുടെ ഓത്തനാകും. ആ മിസ്രിക്കാരനായ ഒരു ഇമാമാണ്. അയാൾ വന്ന ഓത്തനാണ്. ഒരു നാട്ടിൽ അയാളെ പള്ളിയുടെ ഇമാമാണ്. തുടരെയായി 2 മാസക്കാലം ഭയങ്കരമായ പള്ളിയുടെ ഇമാമാണ്. അയാളെ ഓത്ത് കണ്ട് നാട്ടുകാരൊക്കെ ഭയങ്കര പുസ്തകം. അങ്ങനെ ഒരു കത്തി പോലും ഇമാമല്ല, നല്ല ഓത്ത് നല്ല സൗണ്ടനാണെങ്കിൽ ഇങ്ങനെ കുറെ പറയും നല്ല ഓത്ത് നല്ല ശൈലി. അയാളെ പിന്നിൽ നിസ്കരിച്ച ഭയങ്കരമായ കുസിയാണ്. അയാളെ പോലെ നിങ്ങൾ ആക്കോണം. നമ്മളോട് പറഞ്ഞ് എന്റെ അടുത്ത് മുട്ടത്തൊരു കണികാടുകാരനാണ്. മുട്ടത്തിൽ ഇമാമായി നല്ല കുത്തുമ, നല്ല ശൈലി, നല്ല ഓത്ത്. അപ്പൊ അതിൽ കൂടിയ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ ലീവ് ആക്കിയിട്ട് ആടെ പണിക്ക് പോയി അയാളെ നിസ്കരിക്കണം. അയാൾ നിങ്ങൾ അയാൾ പറഞ്ഞത് തെറ്റൊന്നുമില്ല. അയാൾക്ക് ആ ഓത്ത് ഇഷ്ടപ്പെട്ട് വരാൻകാരുണ്ട്. ഭയങ്കര ഓത്ത് ശൈലി തന്നെയാണെങ്കിൽ ഭയങ്കര. അങ്ങനെ 2 മാസം ആ മിസ്രിയായ ഇമാം ഇതായി വിസിറ്റിംഗിന്റെ ഇത് തീരാനായി വിസന്റെ അയാൾ നാട്ടിലേക്ക് പോകാൻ, മിസ്രിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾക്ക് വിസയും കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചു തരും, നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. നാട്ടിൽ പോയിട്ട് 2ാമത് വിടക്കന്നെ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഇമാം തന്നെ ആവണം. അങ്ങനെ അയാൾ പോകുന്ന സമയത്ത് ഭയങ്കര പാരിതോഷികങ്ങളും ഹദിയകളും അയാളെ സന്തോഷിപ്പിക്കുന്ന പലതും കൊടുത്ത് അയാൾ പോയിട്ട് പിന്നെ ഈ പോയ ഇമാമിന്റെ അഡ്രസ് ഇല്ല, ആ ഒരു വിവരമില്ല. അങ്ങനെ ഒരു പല ട്രൈ ചെയ്ത് നാട്ടുകാരനെ അയാളൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഓത്താണ്, നല്ല ശൈലിയാണ്. അങ്ങനെ എന്ത് ചെയ്താലും കിട്ടും. പിന്നെ ഈ നാട്ടുകാരുടെ ചില ആളുകൾ മിസ്സിലേക്ക് യാത്ര പോയി. ഇതൊരാവശ്യത്തിന് പോകുമ്പോ അവർ പറഞ്ഞു, നിങ്ങൾ ഏതായാലും നമ്മുടെ ആ ഇമാമിന്റെ നാട്ടിൽ ഒന്ന് പോയിട്ട് അയാളൊന്ന് തക്കരിച്ച് അയാളൊന്ന് വേണ്ട പോലെ ആക്കിയിട്ട് നമ്മളെ ഇങ്ങോട്ട് തന്നെ വരുമ്പോലെ ആക്കണം. അങ്ങനെ പോയി മിസ്രിലായിട്ട് പിന്നെ ഉസ്താദിന്റെ ഇമാമിന്റെ നാട്ടിലേക്ക് കണ്ടുപിടിച്ചാൽ പോയി നോക്കുമ്പോ നമ്മൾ 20 കൊല്ലം മുമ്പ് നടന്നതാണ്. 20 കൊല്ലം മുമ്പ് നടന്ന വിഷയമാണ്. അങ്ങനെ പോയി നോക്കുമ്പോ ഇയാളെ കിട്ടി, ഇമാമിനെ കിട്ടി. പക്ഷേ ഇമാമി കിട്ടിയിട്ടാകുമ്പോ എല്ലാം വൈകായി. കാരണം എന്താ അറിയോ? ഈ വന്ന മിസ്രിയായ ഇമാമായ മുസ്ലിമല്ല, ഖുർആൻ പഠിച്ചയാളാണ്. അറബികളല്ലേ, അറബി അക്ഷരങ്ങളും അറബി ഓത്തും ഇപ്പൊ തന്നെ ഖുർആൻ കാണാതെ പഠിച്ച് നല്ല ശൈലി, നല്ല ഓത്ത്. യേശുദാസ് ഖുർആൻ ഓത്ത് എന്ത് ശൈലിയാണ്, എന്ത് ഓത്താണ്, അത് ഓത്താണ്. ഈ ഇമാമല്ല, മുസ്ലിമല്ല. അയാൾ വിസിറ്റിംഗ് വന്ന് ഒരു പള്ളിയില്ലാത്ത പങ്ക് കിട്ടി, അയാൾ ഇമാമത്ത് ഏറ്റെടുത്ത് അയാൾ ഓതി. നമുക്കല്ലേ
ഇസ്ലാം രാഷ്ട്രത്തിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് മുസ്ലിം അല്ലെങ്കിൽ അവർക്ക് നിസ്കാരം എന്താണെന്ന് അറിയാം, എങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അറിയാം, ബാങ്ക് അറിയാം, ഓർത്തറിയാം, അറബി അറിയാം. അതൊക്കെ ഇതുപോലെയാണ് നമ്മളെ നിസ്കാരം, നമ്മളെ കാര്യങ്ങൾ ഈ പോലെയാണ്. ഓപ്പൺലി ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്, ഉള്ളിൽ ഈമാനുണ്ടോ ഇല്ലേ, അതൊന്നും പ്രശ്നം തന്നെ. ഞാൻ പുറത്ത് കാണുമ്പോ നല്ല ചേരി, നല്ല സന്തോഷം, നല്ല വോട്ട് നല്ല ആണെങ്കിൽ ഞമ്മ ബാക്കിലുള്ള ആളുകൾ നന്നാക്കി കൊടുക്കും. നല്ല ഇഖ്ലാസിന്റെ വോട്ട്, നല്ല ഇമാം, നല്ല ഇന്നത്തെ ആ ഞമ്മ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ശൈലി കേട്ടിട്ട് ഞമ്മ കൊടുക്കുന്ന മാർക്കാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഞമ്മ മാർക്ക് കൊടുക്കേണ്ട വിഷയമല്ല. കണ്ട ഇങ്ങനത്തെ സംഭവം ഇത് നടന്ന 20 കൊല്ലം മുമ്പ് നടന്ന വിഷയം. എത്രയോ ഉണ്ടാവുന്നില്ല, എന്തെല്ലാം ഉണ്ടാവും. ഇന്നത്തെ കാലമേ തട്ടിപ്പിന്റെ കാലമാണ്. അപ്പോ നമ്മുടെ അല്പം നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് എന്താ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ നമ്മുടെ കൽബും ആ രൂപത്തിൽ റബ്ബേ നിന്നെ പേടിക്കാനും നിന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകപ്പെടുന്ന രൂപത്തിലുള്ള ഹൃദയങ്ങളായി, കൽബുകളായി, സ്വഭാവങ്ങളായി നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളെ നീ മാറ്റിത്തരണേ. നാം ചെയ്ത ഓരോ അമലുകളും ഇഖ്ലാസുണ്ടോ ഇല്ലേ നിനക്കറിയാൻ പഠിച്ചോനെ. എന്നാലും ചെയ്യുമ്പോ അള്ളാഹുവെ നിന്നെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ വരുന്നത്. നിന്നെ സന്തോഷിപ്പിക്കാനാണ് അള്ളാഹ് മഴയും ഇടിയും കാറ്റും എന്തുണ്ടായാലും അതൊക്കെയും ഒരു ഭാഗത്തിൽ മാറ്റിവെച്ച് പഠിച്ചോനെ ഞങ്ങൾ വരികയാണ്. അള്ളാഹുവെ നീ വെറുതെ ആക്കല്ലേ അള്ളാഹ്, നീ വെറുതെ ആക്കല്ലേ. ഉണ്ട് സ്വാലിഹികൾക്ക് നൽകുന്ന എല്ലാ സന്തോഷങ്ങളും നമ്മുടെ അമൽ കൊണ്ട് നമുക്കും നീ നൽകണേ അള്ളാഹ്. അവിടെ പഠിച്ചവനെ മരിക്കുന്നത് വരെ അമല് ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ ശരീരങ്ങൾക്കുള്ള ആരോഗ്യം നീ നിലനിർത്തണേ അള്ളാഹ്. ആഫിയത്ത് നിലനിർത്തണേ. അവിടെ എത്ര ആളുകളാണ് ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ പോയവൻ ആരോഗ്യമില്ല, പെട്ടെന്ന് അപകടങ്ങളിൽ പെട്ട് രോഗികളായി വീടുകളിൽ തന്നെ കിടക്കുന്ന ആളുകളുടെ പഠിച്ചവനെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അള്ളാഹ്. ആരോഗ്യമുള്ള സമയത്ത് അവർ ചെയ്ത ഇബാദത്തിന്റെ സവാബ് രോഗികളായി കഴിയുമ്പോ അവർക്ക് നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ അള്ളാഹ്. പ്രവാസികളായി ദ്വാരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമ്പോ പഠിച്ചവനെ അവിടെ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് പ്രവാസികളുടെ വിജയുടെ അവധി കഴിഞ്ഞു, എത്താമയും തീരാനായി. അള്ളാഹ് ചെയ്യുന്ന കച്ചവടത്തിന്റെ പെർമിറ്റ് അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞത് ആർക്കാൻ ഏൽപ്പിച്ച ആളുകളുടെ പഠിച്ചവനെ എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്, റാഹത്തിലാക്കി കൊടുക്കണേ അള്ളാഹ്. ഭാര്യമക്കളെ പോറ്റാൻ ഞങ്ങൾ ചെയ്യുന്ന നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കണേ അള്ളാഹ്. بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد.